ഇന്ന് ഞാനും അനിയത്തിയും കൂടി മേമന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. മേമ കുറെ ആയി ഞങ്ങൾ രണ്ടുപേരോടും വീട്ടിൽ കുറച്ച് ദിവസം വന്ന് താമസിക്കാൻ വേണ്ടി പറയുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ മേമന്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അനിയത്തിക്ക് കുറച്ചധികം ദൂരം സ്കൂട്ടറിൽ എന്റെ വണ്ടിയിൽ സഞ്ചരിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറെ വർത്താനൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ടിട്ടാട്ടോ പോവാ. ആ പോണ വഴിക്ക് ഫുള്ള് പാടങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ മുന്നേ മേമന്റെ വീട്ടിൽ നിന്നിട്ടുള്ള വ്ളോഗ്സ് ഒക്കെ കണ്ടവർക്ക് അറിയാം, ഈ രണ്ട് പൂച്ചക്കുട്ടന്മാരേട്ടോ, ആ കുഞ്ഞു പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നില്ലേ 3 അവര് വലുതായതാട്ടോ. അതിലൊന്നും വെയ്യാതെ ചത്തുപോയി. അപ്പൊ അത് ഭയങ്കര സങ്കടം തോന്നിട്ടോ. മേമ നമുക്ക് ചായയും പലഹാരങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ, സേമിയ പായസമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഊണിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ലുഡോയും പാമ്പ് കോണിയൊക്കെ കളിച്ചു. തൂലികയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവളിങ്ങനെ പറയുന്നത് എന്താണെന്നറിയോ, അവളുടെ ക്ലാസ്സിലെ ലവ് സ്റ്റോറീസ് ആണ്. ഇവർ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ കെട്ടിപ്പിടിച്ചട കിടന്നുറങ്ങുന്നത് എന്ത് സ്നേഹമാണല്ലോ. ഈവനിങ് ആയപ്പോൾ നമ്മുടെ തൂലികയുടെയും അതുപോലെ മേമന്റെ മോളെയൊക്കെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കിൻഡർ ജോയ് കിട്ടിയിട്ടോ നമ്മുടെ തൂലികയ്ക്ക്. കിറ്റ്കാറ്റും അതുപോലെ ഈ സ്നാക്സ് ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നാണ്. അതൊക്കെ കൂട്ടി നമ്മൾ ചായ കുടിച്ചു.